ഒരു കാലത്ത് വിശ്വാസികളെ അത്താഴ സമയവും നോമ്പുതുറയും അറിയിച്ചിരുന്ന നഗര മണിമുഴക്കം ഇന്ന് ഓർമ്മയായിരിക്കുന്നു. പ്രത്യേക താളത്തിലും വേഗത്തിലും മുഴക്കുന്ന നഗാര ഒരു കാലത്തെ സമയമറിയിക്കാനുള്ള ഏക സഹായിയായിരുന്നു. റമദാൻ വ്രതമെടുക്കുന്ന വിശ്വാസികളെ പണ്ടുകാലത്ത് അത്താഴത്തിന്റെയും നോമ്പുതുറയുടെയും സമയം കൃത്യമായി അറിയിച്ചിരുന്നത് നഗാര മുഴക്കങ്ങളായിരുന്നു. പ്രത്യേക ശബ്ദത്തിലും താളത്തിലുമാണ് നഗാര മുഴക്കുന്നത്. ഇത് പ്രവർത്തിപ്പിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ചവർ അക്കാലത്തുണ്ടായിരുന്നു. നഗാര അറബ് സംസ്കാരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നോമ്പിന് മുമ്പ് അത്താഴം കഴിക്കാനുള്ള സമയം അറിയിക്കുന്നത് ഈ നഗാര പ്രത്യേക താളത്തിലും ഈണത്തിലും അത് വാദനം ചെയ്തുകൊണ്ടാണ്. ഇന്നത്തെ പോലെ മൈക്കുകളും മൊബൈൽ ഫോണുകളും അത് ആംപ്ലിഫയറും ഒന്നും സുലഭമല്ലായിരുന്ന അക്കാലത്ത് ഓരോ സമയത്തെ ബാങ്ക് വിളിക്കും നഗാര പ്രത്യേക ഈണത്തിൽ അടിക്കുമായിരുന്നു, പ്രത്യേക താളത്തിൽ അടിക്കുമായിരുന്നു. അതിനുള്ള പ്രത്യേക ശിക്ഷണം ലഭിച്ച കലാകാരന്മാർ അന്നും ഉണ്ടായിരുന്നു. കൊണ്ടോട്ടിയിലെ സൂഫി വര്യന്റെ കബറിടം സൂക്ഷിച്ചിരിക്കുന്ന കുബ്ബയിലാണ് ഇന്ന് നഗാര സംരക്ഷിച്ചു പോരുന്നത്. നഗാര കൊട്ടുന്നതിനായി ഉപയോഗിച്ചിരുന്ന വർഷങ്ങളുടെ പഴക്കമുള്ള പ്രത്യേക കോല ഇപ്പോഴും കൊണ്ടോട്ടിയിലെ ആഷിയാനയിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട്. കേരളത്തിലുള്ളതിൽ വെച്ച ഏറ്റവും പഴക്കമേറിയ നഗാരയാണ് കൊണ്ടോട്ടി കുബ്ബയിലുള്ളത്. ഒരു കാലത്ത് റമദാൻ നോമ്പെടുക്കുന്ന വിശ്വാസികൾ നോമ്പുതുറ സമയം അറിഞ്ഞിരുന്നത് നഗാര മുഴക്കങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു. ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി മൈക്രോഫോണുകൾ രംഗം കീഴടക്കിയപ്പോൾ നഗാരകൾ പിന്തള്ളപ്പെട്ടു. മലപ്പുറത്ത് നിന്ന് ക്യാമറമാൻ അഖിലോട്ടുപാറയ്ക്കൊപ്പം നിഖിൽ പ്രമേഷ്, റിപ്പോർട്ടർ.